ആ കണ്ട് കണ്ട് കണ്ട്. അതെ എടാ അത് TDT ഉള്ളവനെ പിക്ക് ചെയ്യാൻ പോണയാ, മനസ്സിലായാ? ഹലോ ബ്രോ, ഹലോ 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 ഹലോ. എടാ വില്ലുമോനെ, വില്ലുമോനെ എടാ അവൻ സോൺ ഔട്ട് സേഫ് സോണിന്റെ വെളിയിലായിരുന്നടാ. ഹലോ ഹലോ കാറ്റാടിയാണോ, കാറ്റാടിയാന്നോ? ഹലോ കാറ്റാടിയാന്നോ, കാറ്റാടിയാന്നോ? ഹലോ ഹലോ കാറ്റാടിയാന്നോ ബ്രോ? എടാ ആ വണ്ടി ഒന്ന് ഇടിച്ച് മാറ്റാ, സേഫ് സോണിൽ കേറ്റിപ്പിക്കല്ലേ അവനെ. വണ്ടി ഒന്ന് ഇടിച്ച് സേഫ് സോണിന്റെ വെളിയിൽ ഇറക്കി അവന്റെ. എന്തൊരു കത്തലാണ് അത്. നല്ലൊരു തീരുമാനം. ഒബ്സർവേറ്ററി, ഒബ്സർവേറ്ററി. ഹലോ ഹലോ കാറ്റാടിയാന്നോ, കാറ്റാടിയാന്നോ, കാറ്റാടിയാന്നോ? ഹലോ സൂ30 അതല്ലേ ബ്രോയുടെ പേരെന്താ? നീ എത്ര നാളായി കണ്ടിട്ട്? തന്നെ വാ, സംസാരിച്ച് പറഞ്ഞ എവിടം വരെ പോണേ? സൂപ്പുവാ, 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 സൂപ്പുവാന്നോ? ഇത് കിട്ടും. ഏത് ഏത് കിട്ടും? ഏത് കിട്ടും? ഇല്ലെങ്കിൽ എനിക്ക് മറ്റേ ഇത് കിട്ടും, കിക്കാവൂലേ? ഒന്നും പറഞ്ഞ ഒന്ന് രണ്ടും പറഞ്ഞൊക്കെ ഇരിക്കുക. എന്താണ് നിങ്ങളുടെ സൗകര്യം? സിറ്റി എത്തിയില്ല, വിട്ടുന്നില്ല. നിക്കല്ലോ കത്തില്ല. അതെ അതെ, നമുക്ക് പോവാം. ഓരോ നിമിഷം പേര് പറ്റും. ഞാൻ വണ്ടി ഓടിക്കുന്ന അസീമ. കൂടെയുള്ള പേരെങ്കിലും അതിൽ പോയി തലച്ചോറില്ലേ? പുതുച്ചോറാണോ? തലയ്ക്കകത്ത് പുതുച്ചോറാണോ? സൂ30 എന്നാ പറയാറ്. ഒന്ന് വണ്ടി മാറിക്കോ. കാറ്റാടിയാണ് കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളെങ്ങനെ കാറ്റത്താടുവോ? കാറ്റത്താടുവോ? കാറ്റത്താടോ? കാറ്റത്താടുവോ? സൂ30 വേറെ നടന്നു. നമ്മള് വണ്ടി മാറില്ല. വണ്ടി എന്താണ് ബ്രോ? നമ്മളിത് കാണിച്ചില്ല, ഇവിടെ പുറത്തേക്കില്ലേ? എന്താണ് ബ്രോ ഇത്? ഒന്നുമില്ലടാ, പറയല്ല. ഒന്നും പറയണ്ട ബ്രോ, ഒന്നും പറയണ്ട. പൊട്ടന്മാര് പറയണ നമ്മളെല്ലാം കേൾക്കാറില്ല. എനിക്കറിയൂടെ ഇവിടെ സൂയിൽ പോകേണ്ടതോട്. സൂയിൽ പഴം തിന്നാൻ പോയിരിക്കും. സൂയിൽ എനിക്കോട് ഒരു പ്രത്യേക ടൈമിലല്ലേ മറ്റേ പഴം കൊടുക്കുള്ളൂ. ആ ടൈമിൽ പഴം തിന്നാൻ പോയിരിക്കും. കയ്യില് പഴം ഉണ്ടായിരുന്നു, അത് ആരെ കൊടുത്തു കാണുന്നില്ല. സൗകര്യമില്ല, അതല്ലേ പറഞ്ഞേ. ഓടിച്ച് പുറത്തൂടെ കേക്ക് എടുത്തോണ്ട് പോവോ? പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമില്ല. എല്ലാം എടുത്തോണ്ട് വെക്കോ? എടുത്തോണ്ട് വെക്കോ, പ്രശ്നമില്ല. നമ്മളൊന്നും ചെയ്യത്തില്ല. അവന് ഇഷ്ടമായിരിക്കും ചിലപ്പോ. അവന് സൂ വരെ കൊണ്ടുപോയി കാഴ്ചയൊക്കെ കാണിച്ചു കൂടെ. എന്താ ചിലപ്പോ നിങ്ങളെ പഴയതിനെ കാണാൻ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഞാൻ തോന്നടാ പഴയ ഇത് തന്നെ ഞാൻ തോന്നുന്നു. പണ്ട് മൊണ്ണ ഉണ്ടല്ലോ, ശംഭു കോട്ടെന്നൊക്കെ പറഞ്ഞ മൊണ്ണയൊക്കെ പെല്ലിടാ സിറ്റിയിലൊന്നും. ഞാൻ തന്നെയാണോ പോയെന്നവണല്ലേ? ആള് പറയാ സ്വന്തമായിട്ട് അറിയാം അവനൊരു മൊണ്ണയാണ്. അതല്ല, അതല്ല പണ്ട് മറ്റേ കൊറേ ആളില്ലാത്തപ്പോ കുറയ്ക്കാൻ മാത്രമേ കഴിവുള്ളൂ. അയ്യോ, എന്തൊരു അണ്ടിയാണിത്. മയില് കത്തിയല. ഈ സിറ്റീന്റെ ഒരു കാര്യം മൂട് പോയി. കുരങ്ങ് ഫ്രൈ റെഡിയായി വന്നിരുന്നു.
ഏറീസ് അസൂസ് അറിയത്തില്ല. കേറട്ടെ. എല്ലാരേക്കും കത്തിയോ? അത് എനിക്ക് മാത്രം കത്തിയോ? ഇതാണ് ഗെയിം സൗണ്ട് കൂട്ടോ മച്ചു? ഗെയിം സൗണ്ട് കത്തി ഗെയിമിന്ന് കത്തി എങ്ങനെ സൗണ്ട് കൂട്ടാനാണ്? ഫ്രൈ റെഡിയായില്ല. കുക്ക് ചെയ്ത എണ്ണ വെച്ച് ഇതായി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഗ്യാസ് തീർന്നു പോയി. ഇത് ഗ്യാസ് എടുക്കണം പറ്റിയ കുരങ്ങ് ഫ്രൈ ചെയ്യാൻ പറ്റും. വാച്ചിങ് കുരങ്ങന്മാരുണ്ടോ ഈ കൂട്ടത്തില്? ആ കുരങ്ങന്മാര് 10 PC എടുത്ത് വെച്ചാല് ആകെ എത്ര 300 വാച്ചിങ് നിർത്തുള്ളൂ. 30 പേര് 10 ഒരു ആൾ സ്ലിപ്പായി വന്നേ മനസ്സിലായ. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഇല്ലാത്തൊരു അടിക്കാൻ കഴിയില്ല. എണ്ണം വരും ലൈവ് വരുമെന്ന് അറിയത്തില്ല. സിറ്റി ഒന്ന് കത്തലൊന്നും ഇവിടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ. ബ്രോയുടെ പേരെന്താണ്? ബ്രോ ഇനി എങ്ങനെ ഫ്രണ്ട്ലി അടിക്കും ബ്രോ? എങ്ങനെ ഫ്രണ്ട്ലി അടിക്കും? ഫ്രണ്ട്ലി അവന്മാരെന്നെ പറഞ്ഞല്ല മച്ചു ഫ്രണ്ട്ലിയാന്ന്. അവന്മാരെന്നെ പറഞ്ഞല്ല ഫ്രണ്ട്ലിയാന്ന്. നീ അമ്പി കളിക്കല നീ കേട്ടാ? അമ്പി കളിക്കലടാ അമ്പി കളിക്കല നീ. സിഐഡി ആയിട്ടല്ല ഫ്രണ്ട്ലി ഡ്രൈക്ക് പാട്ട് പാടുന്നു പറഞ്ഞില്ലേ? കൂട്ടുകാരനൊന്നും മിണ്ടായിരുന്നോടെ? സിറ്റുവേഷൻ ഉണ്ട്, പോയിട്ട് വരാം. വള്ളി തൂങ്ങി പോടാ. അവരായിട്ട് ചിലപ്പോ മരത്തിൽ തൂങ്ങി പൊക്കളായി. എടാ അവൻ ചിലപ്പോ മരത്തിൽ തൂങ്ങി പൊക്കളായി. സ്വന്തമായിട്ടൊരു വണ്ടിയുള്ളപ്പോ നടന്നു പോകുന്നത് എന്തിനാ? എന്താ മനസ്സിലാവുള്ളു? ഇത്രയും പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലായി ജൂടെ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടത്. ഇത്രയും പ്രശ്നം എന്താ നമ്മളല്ലേ മച്ചി ചോദിക്കുന്നത്? റേജ് പേറ്റോ ബ്രോ? എന്ത് അല്ലടാ അല്ലല്ല അതിനുള്ള ബുദ്ധി പോലും ഇല്ല. അതുകൊണ്ടല്ല ഇന്ന് നട്ടല് റബ്ബർ നട്ടലായ കുഴപ്പമില്ല ബ്രോ. മനസ്സിലായി? ഇപ്പൊ കാര്യം നമുക്ക് പിടിയിട്ട് റബ്ബർ നട്ടലിന്റെ കുഴപ്പമാണ്. റബ്ബല് പോലും ഇല്ല. മറ്റേതാണ് പെണ്ണന്മാരെ ഗ്യാങ് നടക്കൂട്ടോ. സത്യം പറയല്ലോ. നീ കുറച്ചും കൂടെ മുടി നീട്ടി വളർത്തിയത് നട്ടാ നല്ലത്. എന്തോ ഒരു കത്തല് അതാ പറഞ്ഞേ. തൽക്കാലത്തേക്ക് സാധനം ഊരി വെച്ചടാ. അതുകൊണ്ടൊന്നും പറയത്തില്ല. പുതിയ ബിസിനസ് ഒക്കെ പുതിയ പാലത്തിനടി പുതിയ ബിസിനസ് ഒക്കെ സൂപ്പർ സൂപ്പർ. എന്താടാ ഫ്രണ്ട്ലി വാറ കടിക്കാൻ പോണേ? ഹലോ എന്തൊരു കത്തരാണിത് അണ്ടി. ശംഭുകോട്ടെ കേക്കത്തില്ല. അവ സർജി എവിടെയെങ്കിലും പറഞ്ഞു തരായിരിക്കും. സ്കൂളിൽ പഠിക്കാൻ പോയത്. ശംഭുകോട്ടെ ഇവിടെ ഉള്ളവരൊക്കെ ഒറ്റടിക്ക് പോയിട്ട് സ്കൂളിൽ പഠിക്കാൻ പോയാ ശംഭു അസീമെന്തേ പഴയ വണ്ടിയൊക്കെ ശരിക്കൊക്കെ ഉണ്ടോ? ശംഭു കേക്കാവോടാ? പറഞ്ഞോ ശംഭു ഗോട്ടാണോ ബോട്ടാണോ? എങ്ങനെയാ കറക്റ്റ് എങ്ങനെയാ? എന്തേലും ആവട്ടെ ബോട്ടോ ജിപ്പോ ഇപ്പൊ നിങ്ങൾ ഏജ് വെയിറ്റ് ഒരു കാര്യമില്ല. ഇവിടെ എന്തായാലും എടുക്കാൻ റേജ് വെയിറ്റിന്റെ അർത്ഥം നീ എന്താണ് സാധാരണ എടുക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. കുറെ പ്രശ്നങ്ങൾ ഈ പരം പറഞ്ഞാ മതി. എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എന്താണ് എടുക്കുന്നത്?
എടാ നിങ്ങൾ ആലോചിക്കും ഇത്രയും നാളായിട്ട് നിങ്ങൾ കുറച്ച് തിരിച്ചു കൊടുക്കാണ്ടിരുന്നിട്ടുണ്ട് അതിന് കൊണക്കാൻ കഴിയില്ല. നീ എന്തൊക്കെ കുളച്ചിട്ടോ അതൊക്കെ നീ കൂടി നീ കുറച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പേടി മനസ്സിലായാ നീ ആയിട്ട് ഫ്രണ്ട് ചോദിച്ചപ്പോഴേ മനസ്സിലായി നിനക്കൊക്കെ പേടിയാന്ന്. പിന്നെ നീ കൂടുതൽ കുണക്കാൻ മനസ്സിലായ നീ ഫ്രണ്ട്ലി അടിച്ച് നട നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. എടാ നിനക്കെന്നാ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അറിയാൻ പറ്റും നിന്റെ ഗ്യാങ് ഉണ്ടല്ലോ IS30 വേറും തീട്ടോ എന്നിട്ട് നിനക്ക് സംസാരിക്കാറില്ലെങ്കിൽ നീ ഒരു വാഴയുണ്ട. ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞിട്ട് തിരിച്ചു പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇത് റേജ് വെയിറ്റ് പിടിക്കാനില്ല. നിനക്ക് കഴിവില്ലാത്താണ്. നിനക്ക് നിന്റെ കൂട്ടത്തിലുള്ളതിന് പോയി റബ്ബർ വെക്കട പോയി റബ്ബർ വണ്ടി ഷോക്കായിട്ടോ മറ്റേ അല്ലാതെ പേടിയായിട്ടല്ല കേട്ടോ കേട്ടോ. എടാ അപ്പളെ മനസ്സിലാവും നിന്റെ നട്ടല് വളഞ്ഞെന്ന് കേട്ടോ. എന്റെ അടുത്തൊക്കെ ആയിരുന്നു നിങ്ങൾ ഇത് പറയുന്നത് കളിയാ. ഞാൻ ആ ഗ്യാങ്ങിൽ ഇറങ്ങിപ്പോയടാ. നശിച്ച് ഈ തുപ്പിതൂറിയെങ്കിലും എടാ നീ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി പോയാൽ പോലും അറ്റ്ലീസ്റ്റ് ഒന്ന് വാതറക്കൂടാ. അല്ലാതെ ഇവനെ പോലെ പെണ്ണനാവൂല. ഇതിപ്പോ കൂടുള്ളവന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായ. നിനക്ക് നട്ടല് പോയിട്ട് മറ്റേ എന്താണ് കൂടെ ഉള്ളവര് പറഞ്ഞിട്ടുണ്ടാവും ആര് റേജ് വെയിറ്റ് റേജ് വെയിറ്റ് ആയി അട്ടിക്കൊണ്ട് തൂറും. നമുക്ക് ആളില്ലാത്തപ്പോ കൊണക്കാനേ പറ്റത്തുള്ളൂ. മറ്റേ ഡ്രേക്ക് എന്ന് പറയുന്ന അപ്പം മതിലിന്റെ അവിടെ നിന്ന് കരയുന്നുണ്ട് ഒറ്റയ്ക്ക്. അവൻ കരയാൻ പോയി. ഇവന്റെ കണ്ണാടിയൊക്കെ നീ കരയാണെങ്കിൽ കരഞ്ഞ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ കരയുമ്പോ നമുക്കൊരു പൊട്ടി കരഞ്ഞെങ്കിൽ തീർത്തോ വിഷമം തീർത്തോ കുഴപ്പമില്ല. എല്ലാം അങ്ങോട്ട് പുറത്തോട്ട് വരട്ടെ വെച്ച് ഇങ്ങനെ എല്ലാം അകത്ത് വെക്കാനുള്ള സാധനമല്ല പുറത്തോട്ട് ഇടാനും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെന്തേലും വേണം പുറത്തോട്ട് ഇടാനായിട്ട് മനസ്സിലായോ. അതിനൊക്കെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ നീ ഒന്നും മിണ്ടാത്തത്. എടാ അത് ഡ്രേക്ക് അടിച്ചോണ്ടോ അവനില്ലാത്തോണ്ട് കത്തുന്നു. ഹലോ ബ്രോ നമ്മൾ ഈ കത്തലിന്റെ ഇതിലാണ് നിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വായെങ്കിലും തുറക്കാനുള്ള മാന്യത കാണിക്കണം. സംസാരിക്കുന്നില്ല പറഞ്ഞോ. സംസാരിക്കാം. എന്താണ് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങൾ ഇത്രയും പേര് കൂടിയിരിക്കുമല്ലേ ഞാൻ ഇത്ര സംസാരിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഇത്രയും പേര് കൂടിയിരിക്കുമ്പോ ബുദ്ധിമുട്ടാണല്ലേ സംസാരിക്കാൻ? ബുദ്ധിമുട്ടല്ല പറഞ്ഞോ സംസാരിച്ചോ. അവൻ സംസാരിക്കൂല. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ എനിക്ക് അടി കിട്ടുന്ന എനിക്ക് ഉറപ്പല്ല. ഇത്രയും പേര് നിൽക്കുമല്ലേ. സമ്മതിച്ചടാ. അല്ലടാ നീ ഒറ്റയ്ക്കല്ല. നിന്റെ 30 പേര് ഇവിടെ നിന്ന് കൊണച്ചാല് 30 ഒറ്റയ്ക്ക് നിൽക്കുന്നോണ്ടല്ല. നീ 30 പേരായിട്ട് വന്ന് കൊണച്ചാല് ഇതേ അടി തന്നെ കൊള്ളാൻ പോകുന്നത്. അതുകൊണ്ട് നീ വലിയ സംസ്കാരം വേണ്ട. മടുത്തില്ലടാ നിനക്ക് ഫ്രണ്ട്ലി അടിക്കാനാ പറഞ്ഞിട്ട് മനസ്സിലായി. ഡ്രേക്ക് ഇവരെ സാമാനം എടുത്തോണ്ട് ഓടി. അവന് സംസാരം കേൾക്കാൻ പറ്റൂലെന്ന്. അല്ല ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കൊണക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചുമ്മാ ഒരു രസം. എല്ലാം നിന്നെ അറിയിക്കണോ? എല്ലാം നിന്നെ അറിയിക്കണോ? നീ ആരെ കാണുമ്പോ നമ്മൾ സംസാരിക്കാൻ വന്നതാ. അല്ല കൊരങ്ങന്മാരാരാ? നിന്നെ കണ്ടപ്പോ ഒരു കൊരങ്ങനായിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ച് നിനക്ക് വിഷമമുണ്ടോ? എന്നാൽ മാറിയിട്ട് കരഞ്ഞോ? സൂത്തേട്ടിയിൽ കൊരങ്ങന്മാരെല്ലാം വളർത്തു. പിന്നെ മനുഷ്യരെ വളർത്തു. കൊരങ്ങാന്ന് വിളിക്കല്ലേ മോശമാണ്. ആടിനെ ശരിയാന്ന്. ആടാന്ന് ശമ്പുവാകുന്ന കാലം. അപ്പൊ ഇവൻ ശരിക്കും പട്ടിയാണോ? ബ്രോയാണ് ഈ ആടിനെ പട്ടിയാക്കുന്നത്. അപ്പൊ ബ്രോ പട്ടി ആ പട്ടി ബ്രോയാണോ? എങ്ങോട്ട് നമ്മള് സംസാരിച്ച് തീർന്നില്ലല്ലോ. എങ്ങനെയാണ് വള്ളിയിലോട്ട് നീ ഇപ്പൊ എങ്ങനെയാ പള്ളി പോവോ? മരത്തിൽ ചാടി പോവോ? എങ്ങനെയാന്ന് ഇവിടുന്ന്? അല്ല നടന്നു പോകാനുള്ള ദൂരം. നടന്നു പോകാനുള്ള ദൂരം. കുരങ്ങന്മാര് നടക്കുവോ? ചാടിച്ചാടിയില്ലേ പോവാറ്? ഈ കാട്ടിക്കൂടെ നടക്കാം. കുറച്ചെങ്കിലും ബുദ്ധി. ഈ കാട്ടിക്കൂടെ നടക്കാൻ എനിക്ക് ഹലോ റേഡിയോ കേക്കാവോ? ഹലോ വഴിവെട്ടി ഓടി. ഇവൻ ഇപ്പോഴും ഡ്രേഗിനെ കാത്തിരിക്കുക. ഞാൻ ഒരു കാര്യം പറ്റേ അവനൊക്കെ തുണിയും പൊക്കി ഓടി മുട്ടുപൊക്കി. നീ ആ ഗ്യാങ്ങിൽ ഇറങ്ങിട്ടേ വേറെ വല്ല ക്ലബിൽ കയറാ. അതാണ് നല്ലത്. അവനറിയാം അവർ റേജ് ബെറ്റിൽ വീഴുന്നില്ലേ. ഞാൻ ശംഭുവോട്ടെ ഈ ഡ്രേക്ക് എന്ന് പറയുന്നത് എന്നെ പറ്റി വളരെ മോശമായിട്ട് റിപ്പയറിൽ ഒരു പാട്ട് പാടി. അത് ഞാൻ അറിഞ്ഞു.
അതിന് ഞാൻ ചോദിക്കും പോട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. റേപ്പേറിലെ ഒരു പയ്യനാണെന്നോട് പറഞ്ഞത് അവന് ഇമാതിരി വൃത്തികെട്ട പാട്ട് പാടിയെന്ന്. പാട്ട് പാടാൻ മതി. അതെ ശംഭു പോട്ടെ, ഈ ഒരു അടി കൊടുക്കും. എന്റെ തല കെട്ടിയിടി. ഈ അടി നിനക്കുള്ളല്ല, ഡ്രേക്കിന് കേട്ടോ. ഇത് ആ ഡ്രേക്കിന് കൊണ്ട് കൊടുത്തേക്കണേ. എനിക്കെതിരെ പാട്ട് പാടിയതിന് കേട്ടോ. കേട്ടറാ ഞാൻ നിസ്റ്റാവാർ അവര് ജയിച്ചോണ്ട് എന്ത് ചെയ്യാൻ കൊടുക്കോ നീ. ഡ്രേക്കിനോട് എനിക്കെതിരെ പാട്ട് പാടിയെന്നാൻ. ബ്രോ ഇത് ഇങ്ങനൊക്കെ ഗ്യാങ്ങി നിൽക്കുന്നതിന് നല്ലതുണ്ടല്ലോ ബ്രോ. ഗ്യാങ്ങിന്ന് ഇറങ്ങുന്ന സത്യം പറയാം ബ്രോ. ഞാൻ കാര്യം CID ബെറ്റർ. CID ചോദിക്കാനെങ്കിലും പറ്റും. എന്തിനാണ് ഇരിക്കണേ? ഈ പ്രശ്നം ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഡ്രേക്ക് ഒരു പാട്ട് പാടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇടിക്കുന്നു. അവനൊന്നും അറിഞ്ഞൂടാ. അവന് പ്രശ്നം അവൻ അമ്പി ഒന്നും അറിയത്തില്ല അവന്. അമ്പികൾക്ക് ഇവരൊരു കോമ്പറ്റീഷൻ ആവും. അമ്പികളുടെ ലിസ്റ്റിൽ പുതിയൊരു അമ്പി. കൈവച്ചാന്നങ്ങ് ഓർത്തോടെ എന്താടാ പ്രശ്നം? എന്താടാ എടാ എന്നായിട്ട് എന്താ പ്രശ്നം ഞാൻ ചോദിച്ചത്? നീ കണ്ടു ഗ്യാങ്ങിലല്ലേ? നീ നിന്റെ പേര് നിൽഗോട്ട് എന്ന് മാറ്റി നിൽബോട്ട് എന്നാക്കും. അപ്പൊ പ്രശ്നം മാറും. നിൽഗോട്ട് മാറ്റി നിൽബോട്ടാണ്. തമ്പ ചെറുക്കുന്നേ ഈ ഗ്യാങ്ങേ ശരി പ്രശ്നം. ബ്രോ, ശരി ശരി ശരി. മതിയെ വെറുതെ ഹലോ, ഇത് അടുത്ത കൊരങ്ങനാണോ? ഹലോ ബ്രോ, കൊരങ്ങനാണോ? ഹലോ അല്ലേ? പേരെന്താ? പാവട. പേരെന്താ? ഡ്രസ് വെച്ചേ ഇല്ല. നീ ഉള്ളതാണ് കൊരങ്ങനായിരിക്കോ പറയാൻ പറ്റില്ല. ഇത് വേറെ പയ്യ. ഇവനെ വേണമെങ്കിൽ കൊല്ലാം. വേറെ ഗ്യാങ്ങിലുള്ളതാ. അവനെയും പിടിക്കാം വേണമെങ്കിൽ. ഇവന് ഓടി, പക്ഷെ എന്റെ ഇവൻ കാട്ടിക്കൂടെ ഇറങ്ങി ഓടി. ദോ ഇറങ്ങി ഓടുന്നതോ, ചാട്ടി ഓടുന്നവൻ. MRC ബെറ്റർ. ഇവൻ കാട്ടിക്കൂടെ ഓടി. എനിക്കിവിടെ